നന്ദഗോവിന്ദം ഭജൻസ് എന്ന ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ വലിയൊരു കൂട്ടം ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റിയ ഭക്തിഗാന ഗ്രൂപ്പ് ഇപ്പോൾ ഒരൊറ്റ പാട്ടോടുകൂടി വലിയൊരു കൂട്ടം ആൾക്കാരുടെ അതൃപ്തിയും എതിർപ്പും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ മുഴുവനും നന്ദഗോവിന്ദം ഭജൻസിനെ പരിഹസിക്കുകയും നന്ദഗോവിന്ദം കുന്തിരിക്കം എന്ന ഇരട്ടപ്പേരോടുകൂടി ആക്രമിക്കുകയും ചെയ്യുകയാണ്. വിവാദം കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ നന്ദഗോവിന്ദം ഭജൻസിന്റെ ലീഡർ നവീൻ 2 വാക്കിൽ കൊടുത്ത ഒരു വിശദീകരണം ഉണ്ടായിരുന്നു. ആ പദങ്ങൾ വളരെ കുറിക്കൊള്ളുന്നതായിരുന്നു. അതായത് മതേതരത്വം എന്ന് പറയുന്ന വാക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ ഭയങ്കര പ്രശ്നമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. സത്യമാണ്. പണ്ടൊക്കെ മതം എന്നതായിരുന്നു പ്രശ്നമെങ്കിൽ ഇന്ന് മതേതരത്വം എന്ന് പറയുന്ന വാക്കാണ്, അത് ഉപയോഗിക്കുന്നവരാണ് പ്രശ്നക്കാർ. പരസ്പര ബഹുമാനത്തോടുകൂടി സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടി എല്ലാ മതസംഘടനകളും ഒരുമിച്ച് നീങ്ങണം. നമ്മുടെ നാട് ജാതിയുടെയും മതത്തിന്റെയും വർഗീയതയുടെയും പേരിൽ തമ്മിലടിക്കുവാനുള്ളതല്ല. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഉച്ചനീചത്വങ്ങൾ, ജാതിയുടെയും മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ കാട്ടിക്കൂട്ടുന്ന നരനായാട്ടുകൾ, അതൊന്നും ഒരിക്കലും കേരളത്തിന്റെ മണ്ണിൽ ഇനി സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് മതേതരത്വം പുലരണം എന്ന് പറയുന്ന ആൾക്കാർ ഇന്ന് തീവ്രവാദികളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന രീതിയിലാണ് പലരുടെയും വ്യാഖ്യാനങ്ങൾ. നേരം പുലരുമ്പോൾ മുതൽ ഇരുട്ടുന്ന സമയം വരെ മതം മാത്രം തിന്ന് ജീവിക്കുന്ന, മതമാണ് പ്രശ്നം, മതമില്ലെങ്കിൽ ഞങ്ങൾക്ക് മതം പൊട്ടും എന്ന് പറയുന്ന ഒരു കൂട്ടം ഭീകര വിഷങ്ങൾ നമ്മുടെ നാട്ടിൽ കുറെ കാലമായി അഴിഞ്ഞാടുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഭക്തി എന്നുള്ളത് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ദൗർബല്യമായി പോയി എന്നുള്ളതിനാൽ മതത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ടിലൊന്ന് ചിന്തിക്കാതെ വലിയൊരു കൂട്ടം ആൾക്കാർ അതിൻ്റെ പിൻപിൽ അഭിമാന പുരസരം അണിനിരക്കുവാൻ തയ്യാറാകുന്നുണ്ട്. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരെ നമ്മുടെ നാട്ടിൽ ലഭിക്കും എന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ശശികലയെ പോലെയുള്ള ആയത്തുള്ള ഖമൈനിമാർ കുറച്ചു കാലങ്ങളായി നമ്മുടെ നാട്ടിൽ അഴിഞ്ഞാടുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്തായാലും നന്ദഗോവിന്ദം ഭജൻസിന്റെ ശവമടക്ക് നടത്തിയതിനു ശേഷം മാത്രമേ ഞങ്ങളിനി വിശ്രമിക്കൂ എന്ന രീതിയിൽ കുറച്ചുപേർ വ്രതമനുഷ്ഠിച്ചു തുടങ്ങി എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇവിടെ കുരു പൊട്ടിയൊലിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർ സോഷ്യൽ മീഡിയ മുഴുവനും മാലിന്യം വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വായിക്കുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ സത്യമാണ് എന്ന് തോന്നുമെങ്കിലും ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ പല തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇവരുടെ പ്രസ്താവനകളിൽ കാണുവാൻ കഴിയും. ഫേസ്ബുക്കിൽ വന്ന ഒരു കമന്റ് ഇതിനോടുള്ള ബന്ധത്തിൽ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇത് വായിക്കുമ്പോൾ ചിലർക്കെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാവും. കമന്റ് ഇങ്ങനെയാണ്: തെറ്റ് ചെയ്തിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഒരു ഭക്തന്റെയും ആചാര സംരക്ഷകന്റെയും നിലപാടിൽ നിന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആചാരമാണ് വലുത്, അല്ലാതെ അനാവശ്യ മതേതരത്വമല്ല. ക്ഷേത്രമുറ്റത്തെ ഭജന എന്നത് വെറുമൊരു പാട്ട് കച്ചേരിയോ ഗാനമേളയോ അല്ല, അത് ഈശ്വരനിലേക്കുള്ള വഴിപാടാണ്. ഞായറാഴ്ച കുർബാനയ്ക്കിടയിൽ പള്ളിയിൽ കയറി ഭഗവത്ഗീത ചൊല്ലുവാനോ വെള്ളിയാഴ്ച നിസ്കാരത്തിനിടയിൽ ക്ഷേത്ര പ്രഭാഷണം നടത്തുവാനോ ആരെങ്കിലും തുനിയുമോ? അവിടെയൊന്നും ഇല്ലാത്ത ഏതു മതേതരത്വമാണ് ഹൈന്ദവ ആചാരങ്ങൾക്കിടയിൽ മാത്രം ചിലർ തിരയുന്നത്? നന്ദഗോവിന്ദം ഭജൻസ് ഗ്രൂപ്പിനോട് ചിലത് ഓർമ്മിപ്പിക്കുവാനുണ്ട്. വന്ന വഴി മറക്കരുത്. ആരും അറിയാതിരുന്ന കാലത്ത് സ്റ്റേജുകൾ കിട്ടാതെ അലഞ്ഞു നടന്നപ്പോൾ നിങ്ങളെ നെഞ്ചിലേറ്റിയത് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും RSS അടക്കമുള്ള പ്രസ്ഥാനങ്ങളുമാണ്. 100-ലധികം സ്റ്റേജുകൾ അവർ നൽകിയത് നിങ്ങളുടെ കഴിവുകൊണ്ട് മാത്രമല്ല, ഭക്തിയുടെ ശുദ്ധത നിലനിർത്തും എന്ന് കരുതിക്കൂടിയാണ്. പള്ളികളിൽ പാടുവാൻ അവസരം കിട്ടിയോ? ഇത്രയും കാലത്തിനിടയിൽ എത്ര ക്രിസ്ത്യൻ പള്ളികളിലോ മുസ്ലിം പള്ളികളിലോ നിങ്ങൾക്ക് അവസരം ലഭിച്ചു? ഒന്നുകിൽ ആചാരങ്ങൾ പാലിക്കണം, അല്ലെങ്കിൽ ഗാനമേളയുമായി പോകണം. ക്ഷേത്രം എന്നത് ഹിന്ദുവിൻ്റെ വിശ്വാസമാണ്. അവിടെ വേണ്ടത് ഹിന്ദു ഭക്തിഗാനങ്ങൾ മാത്രമാണ്. മതേതരത്വം പഠിപ്പിക്കുവാൻ ഇങ്ങോട്ട് വരണ്ട. മതേതരത്വം പഠിപ്പിക്കുവാൻ ഇങ്ങോട്ട് വരുന്നവർ ആദ്യം അത് മറ്റ് സ്ഥലങ്ങളിൽ പോയി നടപ്പാക്കട്ടെ. ഹൈന്ദവ വിശ്വാസികളെ മാത്രം ലക്ഷ്യം വെച്ച് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നത് ഇനിയും വെച്ചു പൊറുപ്പിക്കുവാനാവില്ല. ക്ഷേത്രത്തിൽ ഭജന കേൾക്കുവാൻ വരുന്നത് ഈശ്വര ചിന്തയോടെയാണ്. അവിടെ കയറി അന്യമത ഗാനങ്ങൾ പാടി വിശ്വാസികളെ അവഹേളിക്കുന്നത് കയ്യടി നേടാനാണെങ്കിൽ ആ കൈകൾ പിന്നീട് നിങ്ങൾക്ക് നേരെ ഉയരും എന്ന് ഓർക്കുക. ചെയ്ത തെറ്റിന് വിശ്വാസി സമൂഹത്തോട് മാപ്പ് പറയുകയാണ് നന്ദഗോവിന്ദ ഗ്രൂപ്പ് ചെയ്യേണ്ട ഏറ്റവും മിതമായ കാര്യം. മറിച്ചാണെങ്കിൽ നിങ്ങളെ വളർത്തിയവർക്ക് തന്നെ നിങ്ങളെ തിരിച്ചിരുത്താനും അറിയാം. ഹിന്ദു ഉണർന്നു കഴിഞ്ഞു. ഈ കമന്റ് വായിക്കുമ്പോൾ ഒരു സാധാരണ വിശ്വാസിക്ക് പ്രഥമ ദൃഷ്ട്യാ ഇതിനകത്ത് കുറേ ശരികളുണ്ട് എന്ന് തോന്നും. തീർച്ചയായിട്ടും തോന്നില്ലേ? പക്ഷേ ശരികളെക്കാൾ കൂടുതൽ ശരികേടുകൾ ഉണ്ട് എന്നുള്ളത് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതായത് ഈ കമന്റ് എഴുതിയിരിക്കുന്ന സാർ പറഞ്ഞു തുടങ്ങുന്നത് ആചാരമാണ് വലുത്, അല്ലാതെ അനാവശ്യ മതേതരത്വമല്ല. ക്ഷേത്രമുറ്റത്തെ ഭജന എന്നത് വെറുമൊരു പാട്ട് കച്ചേരിയോ ഗാനമേളയോ അല്ല, അത് ഈശ്വരനിലേക്കുള്ള വഴിപാടാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നന്ദഗോവിന്ദം ഭജൻസ് എന്ന ടീമിനെ ക്ഷേത്രമുറ്റങ്ങളിൽ കൊണ്ടുവന്ന് ഭജന എന്ന പേരിൽ പ്രോഗ്രാം നടത്തിയ നിങ്ങൾ തന്നെയാണ് ആചാരങ്ങളുടെ ലംഘനം ആരംഭിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കേരള സമൂഹം ഇന്നുവരെ കണ്ടിട്ടുള്ള ഭജന എന്ന ഭക്തി നിർഭരമായ ആചാരങ്ങളിൽ നിന്നും വളരെയധികം വിഭിന്നമാണ് നന്ദഗോവിന്ദം ഭജൻസ് എന്ന ടീമിന്റെ സംഗീത പരിപാടി. അതെ,
അതിനെ ഒരു സംഗീത പരിപാടി എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. ഭക്തിഗാനമേള എന്ന് പോലും പറയുവാൻ കഴിയില്ല. ആചാരങ്ങളെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന നിങ്ങൾ എന്ത് ആചാരത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് പോലും ബോധ്യമില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. അതുകൊണ്ടാണ് ഭക്തിഗാനമേള എന്ന് പോലും പറയുവാൻ കഴിയാത്ത ഈ ഒരു സംഗീത പരിപാടിയെ നിങ്ങൾ ഭജന എന്ന് വിളിച്ച് ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത്. ഭജന എന്ന പേരിൽ ഭക്തിസാന്ദ്രമായ നൂറുകണക്കിന് ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒട്ടനവധി ഗ്രൂപ്പുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. തികച്ചും ഹൈന്ദവ ഭക്തിഗാനങ്ങൾ മാത്രമാണ് ആരാധനാലയങ്ങളുടെ ചുറ്റുമതിലുകൾക്കുള്ളിൽ അവർ ആലപിക്കാറുള്ളത്. എന്നാൽ നന്ദഗോവിന്ദം ഭജൻസ് എന്ന സംഗീത ഗ്രൂപ്പ് ആ ഭക്തിഗാനങ്ങൾ മാത്രമല്ല ആലപിക്കുന്നത്, അതിനോടൊപ്പം സിനിമാ ഗാനങ്ങളും പാടാറുണ്ട്. സിനിമാ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ അതും ഭക്തിഗാനങ്ങളല്ലേ എന്ന് ചോദിക്കുവാൻ ശ്രമിക്കുന്നവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. തികച്ചും വാണിജ്യപരവും വിനോദപരവുമായ ഉദ്ദേശത്തോടു കൂടി നിർമ്മിക്കുന്ന സിനിമകളിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാത്ത പലരും ഇത്തരത്തിലുള്ള ഭക്തിഗാന രീതിയിലുള്ള സിനിമാ ഗാനങ്ങൾ ചമച്ചിട്ടുണ്ട്. അതിൽ ജോൺസൺ മാഷുണ്ട്, യൂസഫ് അലി കേച്ചേരിയുണ്ട്, കൈതപ്രമുണ്ട്, ONV കുറുപ്പുണ്ട്, ഔസേപ്പച്ചനുണ്ട്. അങ്ങനെ പല ജാതികളിലും മതങ്ങളിലും ജനിച്ചു വളർന്ന പല കലാകാരന്മാരുണ്ട്. അവരൊക്കെ ഭക്തന്മാരായതുകൊണ്ടും ഭക്തിയുടെ നിർവൃതിയിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പുഷ്ടി ഉണ്ടാകുവാൻ വേണ്ടി എഴുതി സംഗീതം നൽകി പാടിപ്പരത്തിയ ഗാനങ്ങളൊന്നുമല്ല സിനിമാ ഗാനങ്ങൾ. നിങ്ങൾ പറയുന്ന ഈ ആചാരം എന്നുള്ളത് സത്യസന്ധമായി പറയുന്നതാണെങ്കിൽ ഒരു കാരണവശാലും ഈ ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ എഴുതി ചിട്ടപ്പെടുത്തിയ സിനിമാ ഗാനങ്ങൾ അത് ഹൈന്ദവ ദൈവങ്ങളുടെ പേരിലുള്ളതാണ് എന്നതിനാൽ പോലും ക്ഷേത്രങ്ങളിൽ പാടുവാനുള്ളതല്ല. നന്ദഗോവിന്ദം ഭജൻസിന് എന്തുകൊണ്ടാണ് ഇത്രയും അധികം ചെറുപ്പക്കാരുടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്? ഇത്രയധികം ഫോളോവേഴ്സിനെ ചുരുങ്ങിയ കാലം കൊണ്ട് അവർക്ക് എന്തുകൊണ്ടാണ് ലഭിച്ചത്? അമ്പലങ്ങളിൽ ഭജന പാടുന്ന ഗ്രൂപ്പ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, പകരം വളരെ പോപ്പുലറായ സിനിമാ ഗാനങ്ങൾ ഈ പ്രോഗ്രാമിൽ ധാരാളമായി അവർ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ആ സിനിമാ ഗാനങ്ങളെ എങ്ങനെയാണ് ആചാരങ്ങളുടെ ഭാഗമായി കാണുവാനും ഭജന എന്ന രീതിയിൽ ക്ഷേത്രങ്ങൾക്കുള്ളിൽ അവതരിപ്പിക്കുവാനും കഴിയുക? അപ്പോൾ അങ്ങേയറ്റം ഇതിനെ ഒരു ഭക്തിഗാനമേള എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ പിൻപിൽ വളരെ കൃത്യമായൊരു അജണ്ട നിങ്ങൾക്കുണ്ടായിരുന്നു. അതായത് നന്ദഗോവിന്ദം ഭജൻസ് ഇവിടുത്തെ സംഘപരിവാറിൻ്റെ ഒരു ഇഷ്ട കൂട്ടായ്മയായിരുന്നു. സംഘപരിവാർ ഇവിടെ കാലാകാലങ്ങളായി ശ്രമിക്കുന്ന ഹിന്ദുവിനെ ഉണർത്തൽ എന്ന സംഭവം അത് വളരെ നൈസായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടായ്മയായിരുന്നു സംഘികൾക്ക് നന്ദഗോവിന്ദം എന്ന് പറയുന്നത്. പുതിയ തലമുറയെ ഭക്തിയുടെ വഴിയിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന നന്ദഗോവിന്ദം ടീം അതിൻ്റെ തലപ്പത്തുള്ള ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കിയാൽ തന്നെ അറിയാം എന്താണ് അവർ മെയിൻലി മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്നുള്ളത്. എന്തായാലും ഇതിൽ കൂടി ഒരു വലിയ സാധ്യത തന്നെ മലയാളക്കരയിൽ മനസ്സിലാക്കി നന്ദഗോവിന്ദത്തെ തോളിലേറ്റി വലിയൊരു കൂട്ടം ആൾക്കാർ ശരിക്കും ആസ്വദിച്ചും ആത്മവിശ്വാസത്തിൽ ആഹ്ലാദിച്ചും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വലിയ സംഭവം. ആ സംഭവത്തിന് പെട്ടെന്നൊരു നിമിഷം ഇടിത്തീ വീണതുപോലെ ഒരു മങ്ങൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. നന്ദഗോവിന്ദത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ മാളികമുകളേറിയ മന്നന്റെ തോളിൽ ഏതു ഭഗവാനെയാണോ ഇത്രയും കാലം അവർ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരുന്നത് ആ ഭഗവാൻ തന്നെ മാറാപ്പ് കയറ്റിയിരിക്കുകയാണ്. ഇന്നലകളിൽ അവരെ പൊക്കിക്കൊണ്ട് നടന്നവർ തന്നെ ഇന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഹിന്ദുവിൻ്റെ ധ്രുവീകരണമായിരുന്നു. ഹിന്ദുവിനെ ഉണർത്തി ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുക. അതിനുവേണ്ടി നന്ദഗോവിന്ദം ടീമുകളെ നന്നായിട്ടങ്ങ് ഉപയോഗിച്ചു. പക്ഷേ കേരളത്തിൽ നിലനിൽക്കുന്ന മതേതരത്വത്തിൻ്റെ ചെറിയൊരംശം എവിടെയോ ഉണ്ടായിപ്പോയത് കൊണ്ടാണ് അവർ ആ ക്രിസ്തീയ ഗാനം കഴിഞ്ഞൊരു പ്രോഗ്രാമിൽ കോട്ടയത്ത് ആലപിച്ചത്. പക്ഷേ അവരെ തോളിലേറ്റി നടന്നവരുടെ ചിന്താഗതി അനുസരിച്ച് ആ ഒരു ചെറിയ അംശം പോലും ഹിന്ദുവായി ജനിച്ച് ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ ഇന്ന് നേരിടുന്ന സൈബർ ആക്രമണം അല്ല, അതിൻ്റെ എക്സ്ട്രീം ലെവൽ വരെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഒരു ആചാര സംരക്ഷകന്റെ കമന്റിനെ കുറിച്ചായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ അടുത്ത അഭിപ്രായം ഇങ്ങനെയാണ്: ഞായറാഴ്ച കുർബാനയ്ക്കിടയിൽ പള്ളിയിൽ കയറി ഭഗവത്ഗീത ചൊല്ലുവാനോ വെള്ളിയാഴ്ച നിസ്കാരത്തിനിടയിൽ ക്ഷേത്രപ്രഭാഷണം നടത്താനോ ആരെങ്കിലും തുനിയുമോ? അവിടെയൊന്നുമില്ലാത്ത ഏതു മതേതരത്വമാണ് ഹൈന്ദവ ആചാരങ്ങൾക്കിടയിൽ മാത്രം ചിലർ തിരയുന്നത് എന്നാണ്. അതിനുള്ള മറുപടി കേരളത്തിലെ ഒരു ക്ഷേത്രങ്ങൾക്കുള്ളിൽ നടക്കുന്ന ഒരാചാരങ്ങൾക്കുള്ളിലും ഹിന്ദുവിൻ്റേതല്ലാതെ ക്രിസ്ത്യാനിയുടെയോ മുസ്ലിമിൻ്റെയോ ഒരാചാരവും ആരും കുത്തിത്തിരികുവാൻ തയ്യാറായിട്ടില്ല. ഉദാഹരണത്തിന് ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകൾ, അതിനോടുള്ള ബന്ധത്തിലെ ഉത്സവങ്ങൾ, പ്രദക്ഷിണം, നേർച്ച കാഴ്ചകൾ, ഭാഗവത പാരായണം, അങ്ങനെ ഹൈന്ദവാചാരപരമായ ഒരു കാര്യങ്ങളിലും ക്രിസ്ത്യാനിയുടെ കുർബാനയോ ഇസ്ലാമിൻ്റെ നിസ്കാര പ്രാർത്ഥനയോ ഒന്നും ആരും ഇതുവരെ കുത്തിക്കയറ്റിയിട്ടില്ല, അങ്ങനെ ചെയ്യുകയുമില്ല. പക്ഷേ ഇവിടെ ഇത് വെറും ഒരു സംഗീത പരിപാടി മാത്രമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതൊരാചാരവുമല്ല, ഇതൊരു ഭജനയുമല്ല. അങ്ങനെ ആയിരുന്നു എങ്കിൽ സിനിമാ ഗാനങ്ങൾ ആലപിക്കുവാൻ നിങ്ങൾ ഒരിക്കലും അനുവാദം നൽകില്ലായിരുന്നു. മതങ്ങൾ തമ്മിൽ പരസ്പര ബഹുമാനം നിലനിർത്തി മുൻപോട്ട് പോകുന്ന ഒരു നാട് തന്നെയാണ് കേരളം. ഒരു മതസ്ഥരുടെ ആചാരങ്ങൾക്കുള്ളിൽ മറ്റൊരു മതസ്ഥന്റെ ആചാരം കൂട്ടിക്കലർത്തുവാൻ കേരളം ഇതുവരെയും മെനക്കെട്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരു ക്രിസ്തീയ ഗാനത്തിന്റെ ചില ഭാഗങ്ങൾ ഈ ഭക്തിഗാനമേളക്കാർ പാടിയപ്പോൾ നിങ്ങൾക്കത് കടുത്ത ആചാര ലംഘനമായി മാറി, ദൈവനിന്ദയായി മാറി.
ഇതൊക്കെ പറയുമ്പോൾ ഈ ആചാരവും ഭക്തിയും എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിയാത്ത സാധുക്കളെ കബളിപ്പിക്കുവാൻ കഴിയും. വകതിരിവും ബോധവും ഇല്ലാത്ത ആൾക്കാർ നിങ്ങളുടെ കുഴിയിൽ വീഴുകയും ചെയ്യും. കോട്ടയത്ത് സംഭവിച്ചത് ഒരു ഇന്റർനാഷണൽ പ്രശ്നമൊന്നും അല്ലായിരുന്നു. അതിന് ഇത്രമാത്രം കുരു പൊട്ടി ഒലിക്കുന്നുണ്ടെങ്കിൽ ശശികല ടീച്ചർക്ക് നന്ദഗോവിന്ദം ഭജൻസ് ടീമിനെ നേരിലൊന്ന് വിളിച്ചിട്ട് നെറികേട് കാണിക്കരുത് എന്ന് വ്യക്തിപരമായി പറഞ്ഞ് ഈ പ്രശ്നം അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്തത്? ഒരു വലിയ സാധ്യതയെ നിങ്ങൾ ഇല്ലാതെയാക്കി. സംഘപരിവാറിനു വേണ്ടി പൊന്മുട്ടയിടുന്ന ഒരു താറാവിനെ നിങ്ങൾ കൊല്ലാൻ തയ്യാറായി. അമ്പല കമ്മിറ്റിയുടെ പ്രോഗ്രാം നടത്തുവാൻ പള്ളിയുടെ ഗ്രൗണ്ട് നൽകിയ, തങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ വരുന്നവർക്ക് കാറ് പാർക്ക് ചെയ്യുവാൻ വേണ്ടി പള്ളിയുടെ ഗ്രൗണ്ട് വിട്ടു നൽകിയ പള്ളി കമ്മിറ്റിയോടുള്ള നന്ദി സൂചകമായി നന്ദഗോവിന്ദം ഭജൻസ് ടീം ഒരു ക്രിസ്തീയ ഗാനം പാടിയത് മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ കുരിശായി മാറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാവില്ല. എന്തായാലും ഉച്ചുതേച്ച കൈ തന്നെ ഉദകക്രിയ ചെയ്തു എന്ന് പറയുന്നതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. വളർത്തിയതും നിങ്ങൾ തന്നെ, തളർത്തിയതും നിങ്ങൾ തന്നെ. പക്ഷേ ലഭിച്ച അവസരത്തിൽ മാക്സിമം മതം കുത്തിത്തിരുകി ഭിന്നതയുണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ശശികല ടീച്ചറും വിദ്യാസാഗറും ഉൾപ്പെടെയുള്ള കേരളത്തിലെ അഭിനവ ആയത്തുള്ള ഖമൈനിമാരോട് ഒരു കാര്യം പറയാം. ആർജവമുണ്ടെങ്കിൽ നിങ്ങളിതിനെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് നടപ്പാക്കുവാൻ തയ്യാറാകണം. ശബരിമലയിൽ അയ്യപ്പൻ ഉറങ്ങുന്നത് ഒരു ക്രിസ്ത്യാനി പാടുന്ന പാട്ട് കേട്ടിട്ടാണ്, ഹരിവരാസനം. ആ പാട്ട് ഇനി അവിടെ പ്ലേ ചെയ്യരുത്. അത് ശബരിമലയുടെ പരിപാവനതയെ തന്നെ ഇല്ലാതെയാക്കും. നിങ്ങൾ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ അതും കടുത്തൊരാചാര ലംഘനമാണ്. മലയാള സിനിമയിലെ മനോഹരമായൊരു പാട്ടുണ്ട്, ജാനകി ജാനി രാമ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് കേട്ടിട്ടില്ലേ? കഥന നിദാനം നാഹം ജാനെ എന്ന വരികളിലൂടെ കത്തിക്കേറിയൊരു പാട്ട്. ആ വരികൾ ആരുടേതാണെന്ന് അറിയാമോ? യൂസഫ് അലി കേച്ചേരി എന്ന ഒരു മുസ്ലിമിൻ്റെതാണ്. ആ ഗാനം എത്രയോ ക്ഷേത്ര പരിസരത്ത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും കാലം നിങ്ങൾ ആ ഒരു പാട്ടിനെതിരായിട്ട് പടവാളെടുക്കാതിരുന്നത്? ഒരു മുസ്ലിം എഴുതി ചിട്ടപ്പെടുത്തിയ ആ ഒരു ഭക്തിഗാനം ഹിന്ദുവിന് വേണ്ട എന്നുള്ള തീരുമാനം എന്താണ് നിങ്ങൾ എടുക്കാതിരുന്നത്? ഇനിയെങ്കിലും ആ ഒരു തീരുമാനം കൈക്കൊള്ളണം. ഇനി അടുത്തൊരു കാര്യം, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ എന്ന എക്കാലത്തെയും മികച്ച ക്രിസ്തീയ ഭക്തിഗാനങ്ങളിൽ ഒന്ന് പാടിയ ആളുടെ പേര് KS ചിത്ര എന്നാണ്. അവരൊരു ഹിന്ദുവാണ്. ഈ ഒരു ക്രൈസ്തവ ഗാനം മാത്രമല്ല, ഒട്ടനവധി ക്രിസ്തീയ ഗാനങ്ങളെ അവരവരുടെ സ്വരമാതിരി കൊണ്ട് സമ്പുഷ്ടമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ഹിന്ദു മതത്തിൽ നിന്നും നിങ്ങൾ പുറത്താക്കണം. അവർക്ക് ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനം വിലക്കണം. പറ്റുമോ സക്കീർ ബായിക്ക്? പറയാൻ തുടങ്ങിയാൽ ഒട്ടനവധി കാര്യങ്ങൾ ഇനിയുമുണ്ട്. ശ്രീരാമനാമം ജപസാരസാഗരം, ശ്രീപാദപത്മം ജനിമോക്ഷദായകം, സരയൂ നദി പോൽ തിരയിടും ആത്മാവിൽ. ഈ വരികൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പാട്ടിന് ജീവൻ നൽകിയ ആളുടെ പേരെന്താണെന്നറിയാമോ? ജോൺസൺ മാസ്റ്റർ. ഈ ഒരു ഗാനം കേരളത്തിലെ ഒരു ക്ഷേത്രങ്ങളിലും ഇനിയും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉച്ചഭാഷണയിലൂടെ മുഴങ്ങിക്കേൾക്കാൻ പാടില്ല എന്നൊരു തീരുമാനം നിങ്ങൾ അങ്ങ് കൈക്കൊള്ളണം. കാരണം ജോൺസൺ മാസ്റ്റർ ക്രിസ്ത്യാനിയാണ്. കരുണാമയനെ കാവൽ വിളക്കേ കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ. ഈ വരികൾ എഴുതിയ മനുഷ്യന്റെ പേര് ഗിരീഷ് പുത്തഞ്ചേരി എന്നായിരുന്നു. അദ്ദേഹത്തെ തള്ളി പറയുവാൻ നിങ്ങൾ ആർജവം കാണിക്കണം. മാത്രവുമല്ല, ഇനി മുതൽ ഒരു പാട്ട് എഴുതുന്നവനും പാടുന്നവനും സംഗീതം നൽകുന്നവനും എല്ലാം ഒരേ ജാതിയും മതവുമാകണം എന്ന നിയമവും കൊണ്ടുവരണം. പറ്റുമോ? ഇതൊക്കെ നടപ്പാക്കിയിട്ട് പോരെ പാട്ടുകളുടെ ഇടയിൽ മതം തിരികി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? അതുവരെയെങ്കിലും നിങ്ങൾക്ക് ഈ പാട്ടുകളുടെ പിന്നിലെ മതം ചികഞ്ഞു പോകാതിരിക്കരുതോ? അതുവരെയെങ്കിലും ഇവിടുത്തുകാർ പാട്ടിലെ വരികൾക്കിടയിലെ മതവും ജാതിയും തിരയാതെ പാട്ട് ആസ്വദിക്കട്ടെ. അവരെ അവരുടെ വഴിക്ക് വിട്ടുകളാ. എന്തായാലും ഒരു കാര്യം പച്ചയായി തുറന്നു പറയാം, ഇവിടുത്തെ ബോധമുള്ള മനുഷ്യന് കലയിലും കായിക വിനോദങ്ങളിലും ജാതിയും മതവും തിരികെ കയറ്റുന്നവരോട് വെറുപ്പും വിദ്വേഷവും മാത്രമേ ഉള്ളൂ. ഒരു കൂട്ടർ പറയുന്നത് ആദ്യകാലങ്ങളിൽ ഭക്തിഗാനങ്ങളോടൊപ്പം ഗണഗീതവും ആലപിച്ചിരുന്ന നന്ദഗോവിന്ദം ഭജൻസിന്റെ ഇപ്പോഴത്തെ വളർച്ചയിൽ സംഘപരിവാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഏറെ പങ്കുവഹിച്ചിട്ടുണ്ട്. പണവും പ്രശസ്തിയും ഒക്കെ വേണ്ടുവോളം കിട്ടിയപ്പോൾ മതേതരർ ആകുവാനുള്ള ശ്രമത്തിലാണ് അവരെന്നാണ്. കഷ്ടം. ഇങ്ങനെയൊക്കെ പറയുന്നവരോട് എന്തു മറുപടി പറഞ്ഞാലും പ്രയോജനപ്പെടില്ല. കാരണം അവർ ധരിച്ചിരിക്കുന്ന കണ്ണട ജാതിയുടെയും മതത്തിൻ്റെതുമാണ്. അതിൽ കൂടി മാത്രമേ അവർക്ക് എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുവാൻ കഴിയുകയുള്ളൂ. പക്ഷേ ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് ചതുർത്ഥിയാണെങ്കിലും തെരഞ്ഞെടുപ്പ് കാലം വന്നപ്പോൾ ക്രിസ്ത്യാനികളുടെ പള്ളികളിലും അരമനകളിലും ബഹുമാന പുരസ്സരം താണു വണങ്ങി വോട്ട് തണ്ടി നടക്കുന്നതിൽ നിങ്ങളുടെ നേതാക്കന്മാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ആ കാഴ്ചകൾ കണ്ടിട്ട് നിങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ കമാന്നൊരക്ഷരം ഉരിയാടുവാൻ സംഘപരിവാർ നേതൃത്വം തയ്യാറായതുമില്ല. എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന ഈ കപട മതവാദം അത് അർത്ഥമില്ലാത്തതായി മാറുകയാണ്. ഇതര മതസ്ഥരോട് അത്രയധികം വെറുപ്പ് വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാർ 4 വോട്ടിനു വേണ്ടി ഇതര മതത്തിന്റെ നേതാക്കന്മാരുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഇതേപോലെയുള്ള പ്രസ്താവനകൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നടത്തണമായിരുന്നു. മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും വോട്ട് വേണ്ട എന്ന് ഞങ്ങൾക്ക് പറയുവാൻ ശശികല ടീച്ചറും വിദ്യാസാഗറും ഒക്കെ തയ്യാറാകണമായിരുന്നു. ഇല്ല, നിങ്ങളത് പറയില്ല. അങ്ങനെ പറയണമെങ്കിൽ ഇമ്മിണി പൊളിക്കും. കോട്ടയം വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലാണ് നന്ദഗോവിന്ദം ഭജൻസ് ക്രിസ്ത്യൻ ഭക്തിഗാനമായ
പരമദേവനഹോ എന്ന പാട്ട് പാടുന്നത്. എന്തായാലും ഇപ്പോൾ നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടി സംഘടിപ്പിച്ച വേമ്പിൻകുളങ്ങര ക്ഷേത്രം ഭാരവാഹികളുടെ ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം നാട്ടാശ്ശേരി. വിഷയം നന്ദഗോവിന്ദം ഭജൻസ് 2026 ഏപ്രിൽ 14 പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട്. ഈ സാഹചര്യത്തിൽ ഒരു കാര്യം പറയാതിരിക്കുവാൻ വയ്യ, അതും പ്രത്യേകിച്ച് ക്ഷേത്രത്തെ സംബന്ധിച്ചതാകുമ്പോൾ. നന്ദഗോവിന്ദം ഭജൻസ് കഴിഞ്ഞ 14-ാം തീയതി ഒരു പ്രോഗ്രാം ഞങ്ങളുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. ക്ഷേത്ര പുനർനിർമ്മാണം നടക്കുന്നതുകൊണ്ടും അതിനൊരു പ്രചാരണം എന്ന രീതിയിൽ നന്ദഗോവിന്ദം ഭജൻസ് ഫ്രീ ആയിട്ട് ക്ഷേത്രത്തിനു വേണ്ടി നടത്തിയ ഒരു പ്രോഗ്രാമാണ്. അത് കുറച്ചുപേർ വളരെയധികം വിവാദത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകമായി പറയാനുള്ളത്, ഒന്നാമതായി ഈ പ്രോഗ്രാം നടന്നത് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തല്ല. അതിനുള്ളിൽ സ്ഥലമില്ലാതിരുന്നത് കൊണ്ട് വെളിയിൽ ഒരു സ്ഥലം അതിനുവേണ്ടി ഒരുക്കിയെടുക്കുകയാണ് ചെയ്തത്. തന്നെയുമല്ല, ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും, അതിന് ഇന്ന മതം എന്നൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തിയത്. നന്ദഗോവിന്ദത്തിന്റെ സ്വന്തം തട്ടകം. അവർ വളർന്നത് ഇവിടെ നിന്നാണ്. നവീൻ LKG മുതൽ പഠിച്ചത് ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്. പഠിപ്പിച്ചത് എല്ലാ വിഭാഗത്തിലുമുള്ള ടീച്ചർമാരുണ്ട്. അതിനാൽ തന്നെ പ്രോഗ്രാം കേൾക്കാൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുപോലെ സഹകരിച്ചിരുന്നു. ജനബാഹുല്യം കണക്കിലെടുത്ത് ഫ്രീ പാസോട് കൂടിയാണ് പ്രോഗ്രാം കൺട്രോൾ ചെയ്തത്. ഈ നാട്ടിലുള്ള എല്ലാവർക്കും പ്രോഗ്രാം കാണുന്നതിനും കേൾക്കുന്നതിനും ജാതി മത ഭേദമന്യേ പാസുകൾ വീട്ടിലെത്തിച്ചിരുന്നു. എല്ലാവരും വരികയും പ്രോഗ്രാം കേൾക്കുകയും ചെയ്തു. ഈ അമ്പലത്തിൽ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും എല്ലാ മതസ്ഥരും സഹകരിക്കുന്നുണ്ട്. ഇവിടുത്തെ ദേശവിളക്ക് നമ്മൾ കത്തിക്കുന്നതോടൊപ്പം ക്രിസ്ത്യാനികളും തിരിതെളിക്കാറുണ്ട്. താലപ്പൊലി കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തിരിതെളിയിക്കുന്നതും എല്ലാ വർഷവും നടക്കുന്നതാണ്. അതാണ് ഈ നാട്ടിലെ സമ്പ്രദായവും ഈ നാട്ടിലെ ഏകതയും. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലൊരു പ്രോഗ്രാം നടന്നപ്പോൾ അവിടെ നവീനെ പഠിപ്പിച്ച അധ്യാപകരും അവരുടെ സുഹൃത്തുക്കളും സഹപാഠികളും അവരുടെ വീട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഗാനം പാടുന്നതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റും കണ്ടില്ല. അതൊരു വലിയ അപരാധമാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നുമില്ല. ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു ദേശത്ത് ഇത്തരത്തിലുള്ളൊരു വിവാദം ഇളക്കിവിട്ട് നിലവിലുള്ള സൗഹാർദ്ദത്തെ എല്ലാവരും കൂടി തകർക്കരുത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ എന്ന് കൺവീനർ. എത്ര പക്വതയോടുകൂടിയാണ് ഈ വരികൾ അവർ കുറിച്ചിരിക്കുന്നത്. അതെ, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ആ ഗ്രാമത്തിൽ എല്ലാ ജനങ്ങളും വളരെ സൗഹാർദ്ദപരമായി ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണവെറിയുടെയും ഒന്നും വേർതിരിവുകളില്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ്. അത്തരത്തിലുള്ളൊരു ദേശത്ത് അനാവശ്യ വിവാദം ഇളക്കിവിട്ട് അവരുടെ സൗഹാർദ്ദത്തെ എല്ലാവരും കൂടി തകർക്കരുത് എന്ന് ക്ഷേത്ര ഭാരവാഹികൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇത് വളരെ കൃത്യമായ അജണ്ടയോടുകൂടി ഇളക്കിവിട്ടിരിക്കുന്ന വിവാദമാണെന്ന്. അതിനകത്ത് ആരും പോയി വീഴരുത് എന്നുള്ള മുന്നറിയിപ്പാണ് അവർ നൽകിയിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.